ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ടെന്ന് പറയുന്നത്. അപ്പോൾ പുട്ടിൽ തന്നെ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഞാൻ ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ക്യാരറ്റാണ്. അത് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് മുഴുവൻ ക്യാരറ്റും ഞാൻ 2 എടുക്കുന്നില്ല, 1.5 ക്യാരറ്റ് എടുക്കുന്നുള്ളൂ. അതിൻ്റെ അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആ 1.5 കപ്പ് ക്യാരറ്റ്, ഈ 1.5 ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് 1.5 കപ്പ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ച് ചേർക്കുക. പിന്നെ ക്യാരറ്റിനും കുറച്ച് മധുരം ഉണ്ടല്ലോ, നമ്മളിത് കറിയൊന്നും ഇല്ലാതെ കേട്ടോ കഴിക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് നല്ല നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി, പിന്നെ ക്യാരറ്റിലും വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് എന്താ പറയുക, കുറച്ചൊരു നനവ് നന്നായിട്ടുണ്ടാവും. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പുട്ടിന് നനയ്ക്കുന്ന പൊടിയാണ്. അത് കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ചായിട്ട് നനച്ച് കൊടുക്കുമ്പോൾ മനസ്സിലാകും നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും നമ്മൾ ഈ പുട്ട് നനയ്ക്കുമ്പോഴത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്യാരറ്റിൽ നിന്ന് ഇറങ്ങി വരും. നമ്മളിങ്ങനെ കുഴയ്ക്കും തോറും അതിങ്ങനെ ക്യാരറ്റിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ എത്രത്തോളം ക്യാരറ്റ് എടുക്കുന്നോ ആ ക്യാരറ്റിനനുസരിച്ച് ആവശ്യത്തിന് പൊടി ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ കറക്റ്റ് അളവ് പറയാനായിട്ടില്ല, പക്ഷെ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് കറക്റ്റ് അളവ് പറയാനാണെങ്കിൽ 1.5 കപ്പ് ക്യാരറ്റിന് എനിക്ക് 1 കപ്പ് പൊടിയാണ് വേണ്ടി വന്നത്. അതായത് 1 കപ്പ് നമ്മുടെ പുട്ടിൻ്റെ പൊടി. അപ്പോൾ അതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ കുഴച്ച് വരുന്തോറും പിന്നെ ഡ്രൈ ആയി വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ പൊടി അതനുസരിച്ച് ചേർത്ത് കൊടുക്കുകയാണെന്നല്ലോ കുറേശ്ശെ. അപ്പം എക്സ്ട്രാ ഞാൻ പറഞ്ഞില്ല, ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെയാണ് ഞാൻ ആ ക്യാരറ്റിൽ നിന്ന് വന്ന ആ ഒരു വെള്ളം കൊണ്ട് തന്നെയാണ് ഇത് ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നത്. കണ്ടോ, നമ്മൾ പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് നനഞ്ഞു കിട്ടും. കണ്ടോ, ഇതിപ്പോൾ കറക്റ്റ് ഒരു പരുവമായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഉപ്പ് എല്ലായിടത്തൊക്കെ ആകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ കയ്യിലൊന്നും പറ്റുന്നില്ല. അപ്പം നമ്മൾ സാധാരണ എങ്ങനെയാണോ പുട്ടുപൊടി കുഴച്ച് വരുമ്പോൾ കിട്ടുന്നത് അതേപോലെ തന്നെ ആയിട്ടുണ്ട്. ഇത്ര ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പുട്ടിൻ്റെ വലിയ നീളമുള്ള കണയുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വിസിൽ മാറ്റിയിട്ട് അതിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ചിരട്ടപ്പുട്ടിൻ്റെ ഒരു ഇതാണ് ഉള്ളത് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ നീളത്തിലുള്ള കണയുണ്ടെങ്കിൽ അത് ചെയ്താലും മതി. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് അല്പം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. നമ്മളിപ്പോൾ എക്സ്ട്രാ കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ തേങ്ങയൊക്കെ കൂടുതൽ ചേർത്താലായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ്, ക്യാരറ്റും അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ള മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് പുറമേ കൂടെ ഒരല്പം തേങ്ങ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങ എത്ര ചേർത്ത് കഴിഞ്ഞാലും പുട്ടിന് നല്ല ടേസ്റ്റാണല്ലോ. എന്നിട്ടിത് ഇതിൻ്റെ മൂടി വെച്ചിട്ട് മൂടിയതിന് ശേഷം ഈ സമയത്ത് നമ്മുടെ കുക്കറിൽ വെള്ളം തിളച്ചിട്ടുണ്ടാവും. വെള്ളം തിളച്ച് ആവി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആവിയിലിരുന്ന് നന്നായിട്ട് വേകണം. അപ്പോൾ നന്നായിട്ട് വെളിയിലേക്ക് ആവി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിം ആക്കി വെക്കണം. ലോ ഫ്ലെയിം ആക്കി വെച്ചതിന് ശേഷം 1-2 മിനിറ്റ് കൂടെ ആ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആവി കയറി കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതിയാവും. അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഇതേപോലെ ഞാൻ 3 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 1.5 കപ്പ് ക്യാരറ്റ് വെച്ചും അതേപോലെ 1 കപ്പ് അരിപ്പൊടിയും ചേർത്തപ്പോൾ എനിക്ക് 3 പീസ് പുട്ടാണ് കിട്ടിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. താങ്ക്